ഒരാൾക്ക് 5 പിതാക്കന്മാർ ഉണ്ട് എന്ന് ചാണക്യൻ പറയുന്നു. ആരൊക്കെയാണ് ഒരാളുടെ 5 പിതാക്കന്മാർ? ജന്മം നൽകിയ പിതാവ്, ജാതകർമ്മം ചെയ്ത പുരോഹിതൻ, വിദ്യാഭ്യാസം നൽകിയ ഗുരു, വിശന്നപ്പോൾ ഭക്ഷണം നൽകിയ ആൾ, ആപത്തിൽപ്പെട്ടപ്പോൾ രക്ഷിച്ച ആൾ. ഇങ്ങനെ ഒരു മനുഷ്യന് 5 പിതാക്കന്മാരാണ് ഉള്ളത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വിസ്മരിക്കുവാൻ പാടില്ലാത്ത 5 പേരെ അവതരിപ്പിക്കുകയാണ് ഗുരു ചാണക്യൻ. സ്വന്തം മാതാപിതാക്കളുടെ സംരക്ഷണം പോലും ഏറ്റെടുക്കുവാൻ വിമുഖത കാണിക്കുന്ന ഇന്നത്തെ തലമുറയ്ക്ക് ഒട്ടും സ്വീകാര്യമല്ലാത്തതായേക്കാം ഈ ആശയങ്ങൾ. മാതാ, പിതാ, ഗുരു, ദൈവം എന്ന ഉപനിഷത്ത് വചനങ്ങൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായ നിലയ്ക്ക് അപരിചിതമായ ആശയങ്ങളല്ല അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഏവരും അനുവർത്തിക്കേണ്ടുന്ന ഒരു സന്ദേശമാണ് ഇതിലൂടെ അദ്ദേഹം നമുക്ക് നൽകുന്നത്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട ആളാണ് തനിക്കു ജന്മം നൽകിയ പിതാവ്. സ്വാർത്ഥതയില്ലാത്ത സ്നേഹത്തിലൂടെ പുത്രൻ്റെ ഉയർച്ച മാത്രം ലക്ഷ്യമാക്കി ത്യാഗപൂർണമായ ജീവിതം നയിക്കുക വഴി മകനെ നേർവഴിയിലേക്ക് നയിക്കുവാൻ ഒരു പിതാവ് ശ്രമിക്കുന്നു. അവൻ്റെ ശ്രേയസ്സും ആരോഗ്യവുമാണ് അയാളുടെ ലക്ഷ്യം. അതിനുവേണ്ടി എത്രമാത്രം കഷ്ടപ്പെടുവാനും അപമാനിതനാകുവാനും പോലും അയാൾ തയ്യാറാകുന്നു. അങ്ങനെയുള്ള ഒരു പിതാവിനെ ആർക്കാണ് അവഗണിക്കുവാൻ സാധിക്കുക? അതുപോലെ തന്നെയാണ് ഉദ്ദേശശുദ്ധിയോടുകൂടി തൻ്റെ ജാതകർമ്മം ചെയ്ത പുരോഹിതനെയും ബഹുമാനിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം പിതാവിനു തുല്യമാണ്. ഗുരുകുല സമ്പ്രദായം നിലനിന്നിരുന്ന അക്കാലത്ത് ഗുരുവിനോടൊപ്പം താമസിച്ച് ഗുരുവിന് ശുശ്രൂഷകൾ ചെയ്ത് വിദ്യ അഭ്യസിക്കുകയായിരുന്നു അന്നത്തെ പതിവ്. അതുമൂലം ആ ഗൃഹാന്തരീക്ഷത്തിൽ പിതാവിൻ്റെ സ്ഥാനത്ത് ഒരുവൻ ഗുരുവിനെയായിരുന്നു കണ്ടിരുന്നത്. സ്വാഭാവികമായും ഒരു പിതാവിന് ചെയ്തു കൊടുക്കേണ്ടുന്ന പല കാര്യങ്ങളും അയാൾ ഗുരുവിന് ചെയ്തു കൊടുക്കേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ ഒരുവൻ്റെ ഗുരുശിഷ്യ ബന്ധം എന്നുള്ളത് അവനും പിതാവും തമ്മിലുള്ള ബന്ധത്തിന് തുല്യമാണ്. അതുപോലെ തന്നെയാണ് വിശക്കുമ്പോൾ ആഹാരം തരുന്നവൻ. പലപ്പോഴും ധാരാളം സമ്പത്തിൻ്റെ ഉടമയായിരിക്കും നമ്മൾ. പക്ഷേ വിശക്കുമ്പോൾ നമുക്ക് ആരാണോ ആഹാരം തരുന്നത് അവനെ നാം ഒരിക്കലും മറക്കാൻ പാടില്ല എന്ന് ചാണക്യൻ പറയുന്നു. അയാളെയും ജീവനു തുല്യം സ്നേഹിക്കുന്ന പിതാവായി കരുതി ആദരിക്കണം എന്നാണ് ചാണക്യൻ പറഞ്ഞു തന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നാം ആപത്തിൽപ്പെടുമ്പോൾ നമ്മളെ സഹായിക്കുന്ന ആൾ, അയാളെയും പിതാവിനു തുല്യം സ്നേഹിക്കണം എന്ന് ചാണക്യൻ പറയുന്നു. ഒരുവൻ്റെ ജീവനു മുമ്പിൽ അവൻ്റെ സമ്പത്തിനോ സ്ഥാനമാനങ്ങൾക്കോ യാതൊരു വിലയുമില്ല. അപ്പോൾ അപകടത്തിലായ ഒരുവൻ്റെ ജീവൻ രക്ഷിക്കുന്നവനെ തീർച്ചയായും നമ്മൾ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണം. സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് തൻ്റെ ആരുമല്ലാത്തവരെ രക്ഷിക്കുന്നവനെ പിതാവിൻ്റെ സ്ഥാനത്തു തന്നെ കരുതണം എന്നാണ് ചാണക്യൻ പറഞ്ഞു തരുന്നത്. ഒരു വ്യക്തിയുടെ ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ളത് ഗുരുത്വം എന്ന ഒറ്റ വാക്കാണ്. ഇക്കാലഘട്ടത്തിൽ ആർക്കും ഇല്ലാത്തതും അതുതന്നെ.
മാതാപിതാക്കന്മാരെയും ഗുരുജനങ്ങളെയും ആദരിക്കുവാൻ നാം തയ്യാറാകേണ്ടിയിരിക്കുന്നു. അന്നദാതാക്കളെയും അപകടത്തിൽ നിന്ന് രക്ഷിച്ചവരെയും നാം ഒരിക്കലും മറക്കരുത്. അവരിലെല്ലാവരിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ദർശിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇതാണ് ചാണക്യൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നാം ഈ 5 പേരെയും പിതാവിൻ്റെ സ്ഥാനത്തു കണ്ട് സ്നേഹിക്കണം, ബഹുമാനിക്കണം. നിങ്ങൾക്ക് ചാണക്യൻ്റെ ഈ വാക്യം മനസ്സിലായോ? ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ചാണക്യൻ്റെ ഈ വചനം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം.